എന്നെ കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, കല്യാണ വീടുകളിൽ അടിച്ചു തെളിച്ചും ആർഭാടം നടത്തിയും കല്യാണ വീടുകളും മലീമസമാക്കിയും അതാരുടെ വീടാണെങ്കിലും ശരി, ഏത് വലിയ വീടാണെങ്കിലും ശരി, ആഡംബരങ്ങളും ആഭാസങ്ങളും അല്ലാഹു വിലക്കിയതാണെങ്കിൽ ആ വിലക്കിയ ആഭാസങ്ങളിലൂടെ നടന്നു പോകുന്ന സമുദായമേ, ഈ അടുത്ത സമയത്തൊരു കല്യാണ വീട്ടിൽ പോയപ്പോ കണ്ടു നിൽക്കാൻ കഴിയാത്ത ആർഭാടം കണ്ടപ്പോ ഞാൻ എന്നെ വിളിച്ച ആ പുതിയ ആപ്പിളയുടെ പുതിയ പെണ്ണിന്റെ വാപ്പയോട് ചോദിച്ചു, എന്തിനാണ് ക്ഷണിച്ചത്? ഉലമാക്കള് സയ്യിദന്മാര് വിരിക്കുന്ന ഈ വേദിയിൽ ഇതൊക്കെ നടക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോ, ഉസ്താദേ ഞാനല്ല, അത് പുതിയ ആപ്പിളയുടെ വീട്ടുകാരുണ്ടാക്കിയതാണ്. ഞാൻ ആ വാപ്പയോട് പറഞ്ഞൊരു വാപ്പയ്ക്ക് പറയാൻ കഴിയണം, എന്റെ മകളെ പിടിച്ച് നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുമ്പോ പുതിയ ആപ്പിളയുടെ വീട്ടുകാരോട് പറയണം, എന്റെ മകളെ ആട്ടത്തിനും പാട്ടത്തിനും വിട്ടുകൊടുക്കരുത്, അവളെ പ്രദർശിപ്പിക്കരുത്. അന്യ പുരുഷന്മാരുടെ മുമ്പിൽ വിവാഹത്തിന്റെ പേരിൽ എന്റെ മകളെ അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ വാപ്പാക്ക് ചങ്കൂറ്റമുണ്ടാവണം. ഞാൻ കെട്ടിച്ചു കൊടുത്തു, അത് പുതിയ ആപ്പിളയുടെ വീട്ടിലാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ അല്ലാഹുവിന്റെ മുമ്പിൽ സാധ്യമല്ലല്ലോ. വാപ്പയുടെ ഉത്തരവാദിത്തമല്ലേ എന്റെ മകളെ ഹറാമിന് നിർത്തരുത്, എന്റെ മകളെ പ്രദർശിപ്പിക്കരുത്, എന്റെ മകളെ അന്യ ആണുങ്ങളുടെ മുമ്പിൽ പാട്ടുപാടി തെളിക്കാൻ കല്യാണ ദിവസം ഞാൻ നിക്കാഹ് ചെയ്ത് തന്നു എന്നതുകൊണ്ട് സാധ്യമല്ലെന്ന് പറയാൻ ഒരു വാപ്പയ്ക്ക് ഉത്തരവാദിത്തമില്ലേ? എന്നോടൊരു വാപ്പ പറഞ്ഞു, ഉസ്താദേ പെണ്ണ് ദുഹാ നിസ്കരിച്ചിട്ട് ദുആ ചെയ്തിട്ടാണ് അവള് നിക്കാഹിന് പോയത്. അന്നത്തെ ലോഹറ അസറോ അതുള്ള കഥായ. കാരണം ലോഹറിന് ഒതു എടുത്താൽ മേക്കപ്പ് പോകും. ലോഹറിന് ഒതു എടുത്താൽ മിണ്ടൂല, അതുമ്മേ തൊട്ട ഒരാളും മിണ്ടൂല. ആരെല്ലാം നമ്മൾ വാള് പറയും, നമ്മുടെ വീട്ടിലെല്ലാം നടക്കില്ല. അതുമ്മേ തൊട്ട ആർക്കും പറ്റൂല. ഒരു ദിവസത്തെ ആഘോഷത്തിന് വേണ്ടി ആഖിറത്തെ കളയുന്ന എന്തിനാണ്? പടച്ചോന്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റി നിർത്തിക്കൂടെ?